हजारों लबों पर दुआ रहा है मुहम्मद नबी का फरमान बंदा। हजारों लबों पर दुआ रहा है मुहम्मद नबी का फरमान बंदा। ऐ रब मिटा दे गुनाहों हमारा, यही हम बताऊं कहानी के पहले। ऐ रब मिटा दे गुनाहों हमारा, यही हम बताऊं कहानी के पहले। हजारों लबों पर गुजर हो चुका है, सुल्तान टिप्पू गुजर हो गया है। शाही ज़माना, शाही ज़माना, शाही ज़माना, शाही ज़माना गुजर हो चुका है, सुल्तान टिप्पू गुजर हो गया है। बहादुर हिकमत पाबंदी होकर वतन की जीनत दिल में रखा कर। ऐ रब मिटा दे गुनाहों हमारा, यही हम बताऊं कहानी के पहले। हजारों लबों पर कोई शहंशाह यहाँ नहीं आया, कोई शहंशाह यहाँ नहीं आया, जो सुल्तान टिप्पू की हिम्मत होकर। कोई शहंशाह यहाँ नहीं आया, जो सुल्तान टिप्पू की हिम्मत होकर। न डरते कोई जंग उनके दिल पर, न डरते कोई जंग उनके दिल पर। अखीरन हुआ वो शहीद की नाम पर, अखीरन हुआ वो शहीद की नाम पर। ऐ रब मिटा दे गुनाहों हमारा, यही हम बताऊं कहानी की पहले। हजारों लबों पर दुआ रहा है मुहम्मद नबी का फरमान बंदा। हजारों लबों पर AD 1700 ആരംഭം. ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും ഭരിക്കുന്ന കാലം. നാടുവാഴികളും നാട്ടുപ്രമാണിമാരും കീഴ്ജാതിക്കാരെ മൃഗസമാനമാക്കി ഭരിക്കുന്ന കാലം. ഇങ്ങ് കേരളത്തിലും സ്ഥിതി വിഭിന്നമല്ല. കേരളത്തെ തുണ്ടം തുണ്ടമാക്കി ഭരിക്കുന്ന കൊച്ചു രാജാക്കന്മാർ, കൃഷിയും കച്ചവടവും കുലത്തൊഴിലാക്കിയ കീഴാളന്മാരും, പല്ലക്കിൽ യാത്ര ചെയ്ത് സുഖിച്ചു നടക്കുന്ന മേലാളന്മാരും. ഓരോ നാടുവാഴിയും തന്റെ സാമ്രാജ്യം വിപുലപ്പെടുത്താൻ യുദ്ധവും സന്ധിയുമായി നെട്ടോട്ടമോടുന്ന കാഴ്ച. കോഴിക്കോട് സാമൂതിരിയും തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയും നാട്ടുരാജാക്കന്മാരിൽ പ്രമാണിമാരായി. ഇവർ തങ്ങളുടെ സാമ്രാജ്യം വിപുലീകരിക്കാൻ ദുർബലനായ പാലക്കാട് മഹാരാജാവിനെ തോൽപ്പിക്കാനുള്ള അടവുകൾ നടത്തുകയാണ്. കോഴിക്കോട് സാമൂതിരി പാലക്കാട് രാജാവിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ട് സൈന്യവുമായി മുന്നേറാനിരിക്കെ പാലക്കാട് രാജാവ്
മറ്റു രാജാക്കന്മാരോട് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ദിണ്ടിക്കൽ ഗവർണറായ ഹൈദരലി മാത്രമാണ് സഹായത്തിന് തയ്യാറായത്. ബുദ്ധിമാനും സമർത്ഥനുമായ ഹൈദരലി പാലക്കാട് രാജാവിന് സഹായം വാഗ്ദാനം ചെയ്തു. മഖ്ദൂം അലിയുടെ നേതൃത്വത്തിൽ 5000 പടയാളികളുമായി ഹൈദരലി കേരളത്തിലേക്ക് പടയെ പറഞ്ഞയച്ചു. ഹൈദറിന്റെ സൈന്യം വന്നെത്തിയ വിവരം സാമൂതിരി അറിഞ്ഞപ്പോൾ തന്റെ സൈന്യം പിൻവലിച്ച് സാമൂതിരി പേടിച്ചു മടങ്ങി. ഇതോടെ ഹൈദർ എന്ന മൈസൂർ സേനാധിപൻ കേരളത്തിൽ കാലുകുത്തി. ഹൈദർ വേറിട്ട വ്യക്തിത്വമായിരുന്നു. യുദ്ധവും തന്ത്രവും ഭരണവും ശക്തിപ്പെടുത്താൻ ഹൃദയം പാകം വന്ന രാജാവ്. അതുകൊണ്ടുതന്നെ സ്വന്തം സാമ്രാജ്യം വിപുലീകരിക്കാൻ കിട്ടുന്ന എല്ലാ അവസരവും ഹൈദർ ഉപയോഗപ്പെടുത്തി. ഇത് ദേവനാം ഹില്ലി, ബാംഗ്ലൂരിൽ നിന്നും 35 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ചെറിയ കൊട്ടാരം. ഹൈദറിന്റെ ഇവിടെ സന്തോഷപൂർവ്വം താമസിച്ചു വരവെ ഒരു കുഞ്ഞിക്കാല് കാണാൻ മോഹിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിൽ അവർക്കൊരു മകൻ പിറന്നു. അദ്ദേഹമാണ് പിൽക്കാലത്ത് ടിപ്പു എന്ന പേരിൽ പ്രസിദ്ധനായ ഫതഹ് അലി. AD 1750 നവംബർ 10 വെള്ളിയാഴ്ച ഇവിടെ വെച്ച് ടിപ്പു ജനിച്ചു. ഈ മഹാമനീഷിക്ക് ജന്മം നൽകിയ ഭവനം ഇപ്പോഴും നമുക്കവിടെ കാണാം. ഹൈദർ തന്റെ മകനെ രാജകുമാരനായി തന്നെ വളർത്തി. ടിപ്പുവും പിതാവിന്റെ പാത തന്നെ പിന്തുടർന്നു. ആയോധന കലയിലും വിജ്ഞാന സമ്പാദനത്തിലും ടിപ്പു തന്റെ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തി. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് സന്ധിയില്ലാ സമരം നടത്തിയ ഹൈദറിന്റെ നയത്തിൽ ടിപ്പു ഉറച്ചു വിശ്വസിച്ചു. വൈദേശികാധിപത്യമാണ് നാടിന്റെ ആപത്തെന്ന് മനസ്സിലാക്കി അവരോട് സന്ധിയില്ലാ സമരം നടത്തി. ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു രാജാവും ഇങ്ങനെ വൈദേശികർക്കെതിരെ സമരം നടത്തിയിട്ടില്ല. ടിപ്പുവിനോളം നാടിനെ സ്നേഹിച്ച ധീരദേശാഭിമാനി മറ്റാരെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്നാൽ ചരിത്രം വളരെ പിന്നിലാണ്. ചരിത്രകാരന്മാരും അങ്ങനെ തന്നെ. സ്വന്തം നാടിന്റെ രക്ഷയ്ക്കും ഉയർച്ചയ്ക്കും കഠിന പരിശ്രമം നടത്തി മോചനത്തിനു വേണ്ടി പടപുരുതി മരിച്ചിട്ടും നാം ടിപ്പുവിനെ ഓർത്തില്ല. ആ മിടിപ്പുകൾ അവസാനിച്ചപ്പോൾ ചരിത്രവും ടിപ്പുവിനെ അവഗണിച്ചു. ആ ശേഷിപ്പുകൾ ആർക്കും വേണ്ടാതെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. 170ഓളം വർഷം ഇവിടെ ഭരിച്ച വൈദേശികർക്ക് ചെയ്യാൻ കഴിയാത്ത സുഹൃതങ്ങൾ 6 വർഷം കൊണ്ട് ടിപ്പു ചെയ്തിട്ടും ടിപ്പുവിനെ നാം അറിയുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് വ്യത്യസ്ത ഭാഷകളിൽ അറിയപ്പെടുന്നതും അല്ലാത്തതുമായ ധാരാളം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. മലയാള ഭാഷയിൽ തന്നെ 15ഓളം പുസ്തകങ്ങൾ. ഒരു രാജാവിനെക്കുറിച്ച് ഇത്രയധികം പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ഒരുപക്ഷെ ടിപ്പുവിനെക്കുറിച്ച് മാത്രമായിരിക്കും. കുറഞ്ഞ സമയം കൊണ്ട് ടിപ്പുവിനെ അറിയാൻ പ്രയാസമാണ്. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം അതിവിശാലമാണ്. അത് അങ്ങനെ ഒരിടത്തും ഒതുങ്ങുന്നതല്ല. ഇത് ശ്രീരംഗപട്ടണം ദ്വീപ്. 3 ഭാഗത്തും കാവേരി നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മൈസൂരിൽ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നാം എത്തുന്നത് ഇവിടെയാണ്. ടിപ്പുവും ശ്രീരംഗപട്ടണവും ഒരു ജീവിതമാണ്, ഒരു ചരടിലെ മണികൾ. ടിപ്പുവില്ലാത്ത ശ്രീരംഗപട്ടണവും ശ്രീരംഗപട്ടണമില്ലാത്ത ടിപ്പുവും ചരിത്രത്തിലില്ല. ഇത് ടിപ്പുവിന്റെ തട്ടകമാണ്, അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും. 3.5 മൈൽ നീളവും 1.5 മൈൽ വീതിയുമുള്ള കൂറ്റൻ കോട്ടയാണ് ഇവിടെയുള്ളത്. AD 1454 വിജയനഗര രാജാക്കന്മാരിൽപ്പെട്ട ഗ്രാമത്തലവൻ തിമ്മണ്ണ ഇവിടെ ഒരു കോട്ട പണിതു. 1609 വോഡയാർ മഹാരാജാവ് കോട്ട അല്പം ബലപ്പെടുത്തി. എന്നാൽ ഹൈദരലി മൈസൂർ കീഴടക്കിയതോടെ അത് ഒരു ചരിത്ര സംഭവമായി മാറി. അദ്ദേഹം കോട്ട പുനർനിർമ്മിച്ചു. ഹൈദരലിയുടെ എല്ലാ കഴിവുകളും ഈ കോട്ടയിൽ പ്രകടമാണ്. 3 ഭാഗത്തും കാവേരി നദിയും മുൻഭാഗത്ത് ആഴമുള്ള കിടങ്ങും കോട്ടയ്ക്ക് ചുറ്റും മുൾച്ചെടികളും വളർത്തിയപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു സാമ്രാജ്യമായി മാറി. ഒരു ശത്രുവിനും അകത്ത് കടക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ ഒരു കലവറ. ഇത് കോട്ടയിലേക്കുള്ള കവാടം. ആഴമുള്ള കിടങ്ങിന് മേലെ പാലത്തിലൂടെ സഞ്ചരിക്കാം.
വലിയ പാറയുപയോഗിച്ച് നിർമ്മിച്ച ഈ കോട്ട പേർഷ്യൻ കലയുടെ നിദർശനമാണ്. ഇതാണ് നിരീക്ഷണ ഗോപുരം. ടിപ്പു നിർമ്മിച്ച ഈ ഗോപുരം ഇന്നും പതാക ഉയർത്താനുള്ള സ്ഥലമായി ഉപയോഗിക്കുന്നു. നിരീക്ഷണ ഗോപുരത്തിൽ കയറി നിന്നാൽ കോട്ടയിലേക്കുള്ള 3 കവാടങ്ങളും കാണാം. കൊട്ടാരവും കാവേരി നദിയുടെ സ്പന്ദനവും ഇവിടെ നിന്നാൽ ദർശിക്കാം. കരിങ്കല്ലിൽ പടുത്തുയർത്തിയ ഇതിന്റെ മുകളിലേക്ക് സുന്ദരമായ പടവുകളിലൂടെ കയറാം. മസ്ജിദ് ആല. ഹിജ്റ വർഷം 1210 അഥവാ AD 1784 ഒരു സൂഫിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പള്ളി നിർമ്മിച്ചത്. 44 അടി നീളവും 70 അടി വീതിയുമുള്ള ഈ മസ്ജിദാണ് ടിപ്പുവിന്റെ കോട്ടയിലെ ആരാധനാലയം. തറയിൽ നിന്നും ഗോവണി വഴി 15 പടികൾ കയറിയാൽ മാത്രമേ പള്ളിയിലെത്തൂ. മുകൾ ഭാഗത്ത് പള്ളിയും താഴെ മദ്രസയും കുതുബ്ഖാനയുമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിരുന്നത്. ഈ പള്ളി അത്യപൂർവമായ ഒന്നാണ്. ഭീമാകാരങ്ങളായ 3 വാതിലുകളല്ലാതെ ഒരൊറ്റ ജനലും ഈ പള്ളിക്കില്ല. പള്ളിക്ക് മുകളിൽ മുറ്റം പോലെ ഒരു സ്ഥലം സംവിധാനിച്ചിരിക്കുന്നു. ആ മുറ്റത്ത് കാണുന്ന നിസ്കാര സമയമറിയാൻ ടിപ്പു തന്നെ നിർമ്മിച്ച വെയിൽ ഘടികാരം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഒരുപാട് കയ്യെഴുത്തു പ്രതികൾ ഇന്നും ഈ പള്ളിയിലുണ്ട്. ഇത് പള്ളിയുടെ കുളം. അംഗസ്നാനം ചെയ്യാൻ കാവേരി നദിയിൽ നിന്നും ടിപ്പു ജലസേചന സൗകര്യം നടത്തിയ വഴികൾ ഇവിടെ വ്യക്തമാണ്. പള്ളിയുടെ 2 മിനാരങ്ങൾ ടിപ്പുവിന്റെ ബുദ്ധിസാമർഥ്യത്തിന്റെ അടയാളങ്ങളാണ്. നിറയെ ദ്വാരങ്ങളുള്ള മിനാരത്തിന്റെ ഉള്ളിൽ നിന്നും ശത്രുവിന്റെ നീക്കമറിയാൻ കഴിയുന്നു. ജന്തുസ്നേഹിയായ ടിപ്പു പ്രാവുകൾക്ക് അഭയം നൽകാനും കൂടി നിർമ്മിച്ചതാണിത്. മനോഹരമായ കൊത്തുപണികളാണ് അകത്ത്. 4 അടി നീളവും 4 അടി വീതിയുമുള്ള 8 തൂണുകൾ പള്ളിയിലുണ്ട്. 8 തൂണുകളിലും വ്യത്യസ്തങ്ങളായ കൊത്തുവേലകൾ, എന്നാൽ കാഴ്ചയിൽ ഒരുപോലെ. അത്യാകർഷകവും മനോഹരങ്ങളുമായ ഈ പള്ളിയിലെ അലങ്കാരപ്പണികൾ പിന്നീട് ബ്രിട്ടീഷുകാർ മായ്ച്ചു കളഞ്ഞു. ജയിലറ. ശത്രുവിനോട് വെറുപ്പും മിത്രത്തോട് സ്നേഹവും എന്നത് ടിപ്പുവിന്റെ നയമായിരുന്നു. ആവശ്യങ്ങളായ ശിക്ഷകൾക്കുവേണ്ടി ടിപ്പു നിർമ്മിച്ച ജയിലറയാണ് ഇത്. നിരവധി ഇംഗ്ലീഷ് ഭടന്മാർക്ക് ടിപ്പു ഇവിടെ ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്. ടിപ്പുവിന്റെ ബുദ്ധികൂർമ്മതയും ശിക്ഷയുടെ കാഠിന്യവും ഈ ജയിലറ നമുക്ക് പറഞ്ഞു തരും. പാലസ്. ടിപ്പുവിന്റെ കൊട്ടാരം ഇന്ന് ചരിത്രത്തിലില്ല. അമൂല്യ ശേഖരങ്ങളുടെ കലവറയായ കൊട്ടാരം ടിപ്പുവിന്റെ അന്ത്യത്തോടെ ബ്രിട്ടീഷുകാർ ഇടിച്ചു നിരപ്പാക്കി. അവിടെയുള്ള സർവ്വ വസ്തുക്കളും അവർ കൊള്ളയടിച്ചു. 40,000-ഓളം പുസ്തകങ്ങൾ, അമൂല്യരത്നങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ സർവ്വതും അവർ കൊള്ളയടിച്ചു. മൈസൂരിന്റെ ഇന്നത്തെ പ്രൗഢിയുടെ യഥാർത്ഥ അവകാശിയായ ടിപ്പുവിനെ സമൂഹ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ആ കൊട്ടാരം തന്നെ അവർ ഇടിച്ചു നിരത്തി. താൻ വിശ്വസിക്കുന്ന ദർശനത്തിൽ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവർക്ക് വിശ്വാസ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത ടിപ്പുവിന്റെ കോട്ടയിൽ 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്.
അതും ടിപ്പുവിന്റെ അരമനയുടെ മുമ്പിൽ. അറബി, ഉറുദു, ഫാർസി, ഇംഗ്ലീഷ്, ഫ്രാൻസ്, പോർച്ചുഗീസ് ഭാഷകൾക്ക് പുറമെ ഖുർആൻ, ഹദീസ്, തർക്കശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു ടിപ്പുവിന്. ടിപ്പു മൈസൂരിന്റെ യശസ് ലോകമെങ്ങും വ്യാപിപ്പിച്ചു. അഫ്ഗാൻ, തുർക്കി, മൗറീഷ്യസ്, ഫ്രാൻസ്, ഇറാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളുമായി ടിപ്പുവിന് അഗാധ ബന്ധമുണ്ടായിരുന്നു. മൈസൂരിൽ ചന്ദന വ്യവസായം തുടങ്ങിയത് ടിപ്പുവായിരുന്നു. കൃഷി, വ്യവസായം, കച്ചവടം, ജലസേചനം, റോഡ് നിർമ്മാണം എന്നിവയിലും ടിപ്പു തന്റെ അതുല്യമായ കഴിവ് തെളിയിച്ചു. മൈസൂരിലെ വൃന്ദാവൻ അണക്കെട്ടിന് ആദ്യമായി തറക്കല്ലിട്ടത് ടിപ്പുവായിരുന്നു. പക്ഷേ യുദ്ധങ്ങളുടെയും സന്ധികളുടെയും ആ കാലങ്ങളിൽ അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ 250 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഖനനം നടത്തിയപ്പോൾ കിട്ടിയ ഒരു ശിലാഫലകം ഇന്നും വൃന്ദാവനിൽ കാണാം. വോഡയാർ മഹാരാജാവ് ആ ശിലാഫലകത്തിലെ എഴുത്ത് ഇങ്ങനെ വിവർത്തനം ചെയ്യുന്നു: ബാംഗ്ലൂരിലെ ലാൽബാഗ് ടിപ്പു നിർമ്മിച്ചതായിരുന്നു. അത് ഒരു ഉദ്യാനമല്ല, മറിച്ച് പാഠശാലയും കൂടിയായിരുന്നു. ഇംഗ്ലണ്ടിലെ ഓക്ക് മരവും മെക്സിക്കോയിലെ അപ്പോക്കട്ടോ മരവും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലെ പൈൻ മരവും അവിടെ വളർന്നത് ടിപ്പുവിന്റെ താൽപര്യം കൊണ്ടായിരുന്നു. ദൈവത്തിന്റെ വിധിവിലക്കുകൾ അക്ഷരം പ്രതി പാലിച്ചയാളാണ് ടിപ്പു. 5 നേരത്തെ നിസ്കാരം കൃത്യമായി ചെയ്തു അദ്ദേഹം. അന്തഃപുരത്തിലെ സ്ത്രീകളോട് മര്യാദയിൽ വർത്തിച്ച ടിപ്പുവിനെക്കുറിച്ച് ശത്രുക്കൾ പോലും മദ്യപാനിയെന്നോ വ്യഭിചാരിയെന്നോ വിളിക്കാതിരുന്നെങ്കിൽ അത് സൂഫി ചിന്തയുടെ അഗാധമായ സ്വാധീനം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ടിപ്പുവിന്റെ ദർബാറിലെ പ്രധാനികൾ പൂർണ്ണയ്യ, കൃഷ്ണറാവു, അപ്പറാവു മുതലായവരായിരുന്നു എന്നതിൽ നിന്നും അദ്ദേഹത്തിന്റെ മതവീക്ഷണം നമുക്ക് മനസ്സിലാക്കാം. ടിപ്പു ഏറ്റവും വെറുത്ത ശത്രു ഏതെങ്കിലും നാട്ടുരാജാവായിരുന്നില്ല, മറിച്ച് ഈ നാടിനെ കയ്യിലാക്കാൻ ഇവിടെ വന്നിറങ്ങിയ ബ്രിട്ടീഷുകാരായിരുന്നു. അവരാകട്ടെ ടിപ്പുവിന്റെ ചരിത്രം പരമാവധി വളച്ചൊടിച്ചു. കേവലമൊരു യോദ്ധാവായിരുന്നില്ല ടിപ്പു, മറിച്ച് തികഞ്ഞ ഒരു മനുഷ്യൻ, വാക്കുകൾ അക്ഷരം പ്രതി നടപ്പാക്കിയ രാജ്യസ്നേഹി. മലബാറിന്റെ സാമൂഹ്യസ്ഥിതി വളരെ പരിതാപകരമായ സമയത്താണ് ടിപ്പുവിന്റെ ആഗമനം. അരാജകത്വവും അക്രമവും ഉച്ചനീചത്വവും എങ്ങും നടമാടിയ ആ സാഹചര്യത്തിൽ ടിപ്പുവിന്റെ ആഗമനം താഴ്ന്ന ജാതിക്കാരന് ഒരു സ്വർഗാനുഭവമായി. പീഡനവും ഉച്ചനീചത്വവും ടിപ്പു തുടച്ചു മാറ്റിയപ്പോൾ ഉന്നത കുലജാതർക്ക് അതത്ര രസിച്ചില്ല. അവരൊക്കെയും ടിപ്പുവിനെ മതഭ്രാന്തനാക്കി മാറ്റാനാണ് ശ്രമിച്ചത്. ഇന്ന് മലബാറിൽ കാണുന്ന പുരോഗതിയുടെ അസ്ഥിവാരമിട്ടത് ടിപ്പുവാണ്. കുടിയാന്മാരെ പീഡിപ്പിക്കുന്ന ജന്മിത്ത സമ്പ്രദായം തുടച്ചു നീക്കാൻ ഇന്ത്യയിൽ ആദ്യമായി ശ്രമിച്ചത് ടിപ്പുവായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ടിപ്പുവിന്റെ വരവോടെ മലബാർ ശോഭിച്ചു. അദ്ദേഹത്തിന്റെ വരവോടെ നിരവധി സ്ഥലങ്ങൾ പ്രസിദ്ധമായി. മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പ് എന്ന പ്രദേശത്ത് ടിപ്പുവിന്റെ പട തമ്പടിച്ചു. ആ ഗ്രാമം അങ്ങനെ പടപ്പറമ്പ് എന്ന് അറിയപ്പെട്ടു. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ ടിപ്പു ആയുധപ്പുരയാക്കി ഉപയോഗിച്ച ജൈനമഠം ഇന്നും കാണാം. സുൽത്താൻസ് ബാറ്ററി എന്ന വാക്ക് ലോപിച്ചാണ് സുൽത്താൻ ബത്തേരിയായത്. കണ്ണൂർ ജില്ലയിലെ മുട്ടത്തുള്ള സുൽത്താൻ തോട് പണി കഴിപ്പിച്ചത് ടിപ്പുവായിരുന്നു എന്നതാണ് ചരിത്രം. കോഴിക്കോട്ടെ പാളയം തുടങ്ങി നിരവധി സ്ഥലപ്പേരുകൾ ടിപ്പുവിന്റെ പടയോട്ടത്തിന്റെ പ്രതീകങ്ങളാണ്. കാസർകോട്ടുള്ള ബേക്കൽ കോട്ട, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട, ഫറൂഖിലെ ഫറൂഖ് കോട്ട, പാലക്കാട്ടെ പാലക്കാട് കോട്ട, പാലൂരിലെ പാലൂർ കോട്ട, വടകരയിലെ കോട്ടമൈതാനം, കുറ്റ്യാടി ഇവയൊക്കെ ടിപ്പുവിന്റെ താവളങ്ങളായി മാറി. മലബാറിൽ കൃഷിക്ക് ഊന്നൽ നൽകിയ ടിപ്പു കർഷകർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകി. ജലസേചനത്തിന് ഏറ്റവും നല്ല മാർഗമായിരുന്നു ടിപ്പു ആസൂത്രണം ചെയ്തത്. നാട്ടിൽ വലിയ കിണറുകളും കുളങ്ങളും നിർമ്മിച്ചു അദ്ദേഹം. നാവികസേനയ്ക്ക് പരിശീലനം നൽകാൻ മംഗലാപുരത്ത് ടിപ്പു സൈനിക കോളേജ് സ്ഥാപിച്ചു.
കണ്ണൂരിലും കാസർകോട്ടും ഓരോ നെയ്ത്തുശാലകൾ അദ്ദേഹം സ്ഥാപിച്ചു. മലബാറിലെ അധിക റോഡുകളുടെയും ശില്പി ടിപ്പു സുൽത്താനാണെന്നത് അധിക പേർക്കും അറിയാത്ത കാര്യമാണ്. രണ്ടാൾക്ക് കഷ്ടപ്പെട്ട് നടക്കാൻ കഴിയുന്ന മലബാറിലെ ഊടുവഴികൾ ടിപ്പുവിന്റെ ആഗമനത്തോടെ 12 മീറ്ററോളം വീതിയുള്ള റോഡുകളായി മാറി. റോഡുകൾക്കിരുവശവും തണൽ മരങ്ങളായി അത്തി, ആൽ, മാവ് മുതലായ മരങ്ങൾ അദ്ദേഹം വെച്ചുപിടിപ്പിച്ചു. ഇന്നും ടിപ്പുവിന്റെ റോഡുകൾ പ്രത്യേകം അറിയാം. യാത്രക്കാരുടെ സഹായത്തിനായി അത്താണികളും തണ്ണീർപന്തലുകളും ടിപ്പു നിർമ്മിച്ചു. കോഴിക്കോട് പാലക്കാട് ചേറ്റൂർ താമരശ്ശേരി റോഡ്, മലപ്പുറം താമരശ്ശേരി റോഡ്, കോഴിക്കോട് ഫറൂഖ് റോഡ്, ഫറൂഖ് തിരൂരങ്ങാടി മഞ്ചേരി പട്ടാമ്പി വാളയാർ കോയമ്പത്തൂർ വരെ ഉള്ള റോഡ്, പാലക്കാട് ഡിണ്ടിക്കൽ റോഡ്, വെങ്കട്ട കോട്ടയിൽ നിന്നും കോയമ്പത്തൂർ വരെ പോകുന്ന റോഡ്, ഏഴിമലയിൽ നിന്നും നിരവധി സ്ഥലത്തേക്കുള്ള റോഡുകൾ. മലബാറിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും അദ്ദേഹം കരം ഒഴിവാക്കി കൊടുത്തിരുന്നു എന്ന കാര്യം അദ്ദേഹത്തെ മതഭ്രാന്തനാക്കി ചരിത്രം വളച്ചൊടിച്ചവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബ്രിട്ടീഷുകാരെ മുഖ്യ ശത്രുവായി കണ്ട ടിപ്പു സ്വദേശികൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. വിദേശ ചരിത്രകാരന്മാരുടെ വിദ്വേഷം ടിപ്പുവിനെ മരണശേഷവും പിന്തുടർന്നു. ടിപ്പു കരം ഒഴിവാക്കിയ കേരളത്തിലെ ക്ഷേത്രങ്ങളും മതസ്ഥാപനങ്ങളും. മതഭ്രാന്തനെന്ന് മുദ്രകുത്തുമ്പോഴും ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് ടിപ്പു സംഭാവന നൽകിയ പൂജാ ഉപകരണങ്ങൾ ഇന്നും അവിടെ ഉപയോഗിക്കുന്നു. നഞ്ചൻകോട് കന്ദേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗം, ഇത് ടിപ്പു സംഭാവന നൽകിയതും ഇന്നും ആരാധിക്കപ്പെടുന്നതുമായ ഒന്നാണ്. കോഴിക്കോട് ജില്ലയിലെ യാതൊരു പുരോഗതിയും കടന്നു ചെല്ലാത്ത പ്രദേശമായിരുന്നു ഫറോക്ക്. അവിടെ ഒരു നഗരമുണ്ടാക്കി കോട്ട കെട്ടി ടിപ്പു സുൽത്താൻ. ജലസേചന സൗകര്യമുണ്ടാക്കി. ടിപ്പു ആ നാടിന് നാമകരണം ചെയ്തത് ഫാറൂഖാബാദ് എന്നായിരുന്നു. ഇതാണ് ഫറൂഖ് കോട്ട. മലബാറിൽ ടിപ്പു താവളമുറപ്പിച്ച ഈ കോട്ട ഇന്ന് നാമാവശേഷമായിരിക്കുന്നു. ടിപ്പു ഏറ്റവുമധികം ഇഷ്ടപ്പെട്ടത് ഫറൂഖിനെയായിരുന്നു. ജലഗതാഗതവും ജലസേചനവും മുന്നിൽ കണ്ട് ഫറൂഖ് എന്ന ഗ്രാമത്തിൽ നിർമ്മിച്ച കോട്ട ഫറൂഖ് പുഴയുടെ ഓരത്താണ്. കോട്ടയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ ചുവരുകൾക്കപ്പുറത്ത് ടിപ്പുവിന്റെ സാഹസത്തിന്റെയും തന്ത്രത്തിന്റെയും കഥ പറയുന്ന ആയുധപ്പുരയുണ്ട്. ആർക്കുമറിയാൻ കഴിയാത്ത ഒരു രഹസ്യ അറ. പുറമേ നിന്ന് നോക്കിയാൽ ഒരു വെറും കല്ല് മാത്രമേ നാം കാണുന്നുള്ളൂ. എന്നാൽ അകത്തിറങ്ങിയാൽ ടിപ്പുവിന്റെ തന്ത്രം മനസ്സിലാവും. ടിപ്പുവിന്റെ യുദ്ധതന്ത്രത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഇത്. പാലക്കാട് ഫോർട്ട്. 1765 ഹൈദരലി പാലക്കാട് കോട്ടയ്ക്ക് അസ്ഥിവാരമിട്ടു. ഫ്രാൻസിലെ വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടെ കോട്ടയും ചുറ്റുമുള്ള കിടങ്ങുകളും വളരെ ഭംഗിയായി അദ്ദേഹം നിർമ്മിച്ചു. 10 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയ്ക്ക് 125 അടി ഉയരമുണ്ട്. കിടങ്ങുകൾക്ക് 15 അടി വരെ വീതിയുമുണ്ട്. ബാംഗ്ലൂരിലെ ടിപ്പുവിന്റെ കൊട്ടാരം. മദ്രാസിലെ വെല്ലൂർ ഫോർട്ട്. ടിപ്പുവിന്റെ സൃഷ്ടിയായ ലാൽബാഗ് ടിപ്പുവിന്റെ കാലത്ത്. ഇവിടെ നിരവധി മരങ്ങൾ ടിപ്പു സ്വന്തം കൈകൊണ്ട് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണഗിരിയിലെ ടിപ്പുവിന്റെ കോട്ട. ടിപ്പുവിന്റെ കാലത്തെ നാണയങ്ങൾ. ടിപ്പു ഉപയോഗിച്ച ആയുധങ്ങൾ: വാൾ, കത്തി, തോക്ക്. പീരങ്കി ലോകത്തിന് പരിചയപ്പെടുത്തിയതും നിർമ്മിച്ചതും ടിപ്പുവായിരുന്നു. അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ. ടിപ്പു ഉപയോഗിച്ചിരുന്ന വിവിധ വസ്ത്രങ്ങൾ. അദ്ദേഹം ഉപയോഗിച്ച കസേരയും സോഫയും. ടിപ്പുവിന് സമ്മാനമായി ലഭിച്ച വിദേശ നിർമ്മിത ക്ലോക്ക്. ടിപ്പുവിന്റെ അന്ത്യരംഗം ചിത്രീകരിച്ച ഒരു പെയിന്റിംഗ്. ടിപ്പുവിന്റെ കയ്യെഴുത്ത്.
യുവത്വകാലത്തെ ഒരു ഫോട്ടോ. ദാരിയ ദൗലത്ത്. സമ്മർ പാലസ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ടിപ്പുവിന്റെ വേനൽക്കാല വസതിയായിരുന്നു. ടിപ്പു തന്റെ വിദേശ അതിഥികളെ സ്വീകരിച്ചിരുന്നത് ഇവിടെയായിരുന്നു. 1778 ഹൈദരലി ഇതിന് തുടക്കമിട്ടു. എന്നാൽ 1789 ടിപ്പുവാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. നിരവധി പെയിന്റിങ്ങുകളുടെ അപൂർവ ശേഖരം ഇതിലുണ്ട്. കെട്ടിടത്തിന്റെ നിർമ്മാണം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. പെയിന്റിങ്ങുകൾ, വസ്ത്രങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ തുടങ്ങി അമൂല്യ ശേഖരങ്ങളുടെ ഒരു കലവറയാണ് ഇത്. ഇന്ന് മൈസൂരിൽ ടിപ്പുവിനെ സ്മരിക്കാനുള്ള ഏക കെട്ടിടവും ഇതുതന്നെ. ഇത് ഗുംബസ്. ശ്രീരംഗപട്ടണത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. AD 1784 ടിപ്പു സുൽത്താൻ തന്റെ പിതാവിനൊരുക്കിയ അന്ത്യവിശ്രമ സ്ഥലം. ഇതിന് തൊട്ടടുത്ത് അദ്ദേഹം വലിയൊരു പള്ളിയും നിർമ്മിച്ചു. 36 കറുത്ത മാർബിൾ തൂണുകൾ ഇതിൽ ശ്രദ്ധേയമാണ്. ഹൈദരലിയുടെ 21 വർഷവും ടിപ്പുവിന്റെ 15 വർഷവുമാണ് തൂണുകൾ സൂചിപ്പിക്കുന്നത്. സമചതുരാകൃതിയിൽ നിർമ്മിച്ച ഈ ഗുംബസിന്റെ വാതിലുകൾ ഡിസൈൻ ചെയ്തത് ആനക്കൊമ്പുകൾ കൊണ്ടാണത്രേ. ടിപ്പുവിന്റെ മാതാപിതാക്കളുടെ ചാരത്ത് തന്നെ ടിപ്പു സുൽത്താനും അന്തിയുറങ്ങുന്നത് ഇവിടെയാണ്. തൊട്ടടുത്ത മസ്ജിദ് അക്സയും ടിപ്പു നിർമ്മിച്ചതാണ്. ശ്രീരംഗപട്ടണം കോട്ടയിൽ ടിപ്പുവിനെ രക്തസാക്ഷിയായ നിലയിൽ കണ്ടെത്തിയത് ഇവിടെയായിരുന്നു. സ്വന്തം നാടിനു വേണ്ടി പടപൊരുതിയ ടിപ്പുവിനെ ഇംഗ്ലീഷുകാർ നെറികെട്ട ചതിയിലൂടെ കൊന്നു. ടിപ്പു ജീവിച്ചിരുന്നെങ്കിൽ ഇംഗ്ലീഷ് ഇന്ത്യൻ ചരിത്രം മറ്റൊരു വിധത്തിലാകുമായിരുന്നു. മരണപ്പെട്ട ടിപ്പുവിന്റെ മുഖം കണ്ട ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ പറഞ്ഞത് അയാൾ മരിച്ചതായി തോന്നുന്നില്ല എന്നായിരുന്നു. 1799 മെയ് 4 സംഭവ ബഹുലമായ ഒരു ജീവിതത്തിന് തിരശീല വീഴുകയായിരുന്നു. മീർ സാദിഖും സയ്യിദ് സാഹബും കമറുദ്ദീനും ഒരു വലിയ പാതകം ചെയ്യുകയായിരുന്നു. അവർ ടിപ്പുവിന് ഒറ്റിക്കൊടുത്തു. ശ്രീരംഗപട്ടണം കോട്ടയുടെ പശ്ചിമഭാഗത്തിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തിന് അകത്ത് കടക്കാനുള്ള സംവിധാനം അവരൊരുക്കിക്കൊടുത്തു. ഒറ്റുകാരെക്കുറിച്ച് വിവരമറിയാത്ത ടിപ്പു രംഗം ശാന്തമാണെന്ന് കണക്കുകൂട്ടി. എന്നാൽ ഉച്ചയ്ക്ക് 1 മണിയോടെ മേജർ ജനറൽ ബേർഡ് 2400 അധികം വരുന്ന ഭടന്മാരോടൊപ്പം കോട്ടയുടെ അകത്ത് എത്തിച്ചേർന്നു. ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു ടിപ്പു. രംഗം പന്തിയല്ലെന്ന് കണ്ട് കൈ കഴുകി വാളെടുത്ത് അദ്ദേഹം യുദ്ധരംഗത്തേക്ക് എടുത്തു ചാടി. തന്റെ പതനം ടിപ്പു ഉറപ്പാക്കിക്കഴിഞ്ഞിരുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. ടിപ്പുവിനും പിതാവിനും മാത്രമറിയുന്ന രഹസ്യ വഴികൾ ശ്രീരംഗപട്ടണം കോട്ടയിൽ ഉണ്ടായിരുന്നിട്ടും ആ വീരകേസരി രണാങ്കണത്തിലേക്ക് എടുത്തുചാടി. അനുയായികൾ പലരും മരിക്കുന്ന രംഗം ടിപ്പു കണ്ടു. ടിപ്പുവിന്റെ കുതിരയ്ക്ക് മുറിവേറ്റു. ഇടത്തെ നെഞ്ചിന് വെടിയേറ്റു. എന്നിട്ടും ആ പടയാളി പതറിയതേയില്ല. കോട്ടവാതിലിൽ മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടി. അപ്പോഴേക്കും തന്റെ വലത്തെ നെഞ്ചിനും വെടിയേറ്റു. മരണത്തിലേക്ക് വഴുതി വീണ ടിപ്പു അങ്ങനെ സ്വന്തം രാജ്യത്തിന്റെ മോചനത്തിനായി രക്തസാക്ഷ്യം വരിച്ചു. ഒരു സിംഹത്തിന്റെ ഗർജനം അവസാനിച്ചു. 35 വർഷത്തോളം ബ്രിട്ടീഷുകാരോട് സമരം പ്രഖ്യാപിച്ച വീരയോദ്ധാവ് അങ്ങനെ ചരിത്രമായി. ടിപ്പുവിന്റെ അന്ത്യരംഗം ബ്രിട്ടീഷ് പെയിന്റിംഗ്. ശ്രീരംഗപട്ടണത്തെ ആ രാത്രി ഭീതിമയമായിരുന്നു. ശവശരീരങ്ങളിൽ നിന്നുപോലും ബ്രിട്ടീഷ് പട്ടാളം കിട്ടാവുന്നത്ര ശേഖരിച്ചു. ഈ യുദ്ധത്തിൽ 11,000 മൃതദേഹങ്ങൾ ശ്രീരംഗപട്ടണത്ത് കാണപ്പെട്ടു. മെയ് 5 വൈകുന്നേരം 4:30
കൊട്ടാരത്തിൽ നിന്നും വിലാപയാത്രയായി ഗുംബദിലേക്ക് ആ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ശ്രീരംഗപട്ടണം തേങ്ങുകയായിരുന്നു.